നമസ്കാരം. ഇപ്പം കൈരളിയിലെ നക്ഷത്ര ദീപങ്ങൾ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഒരു ലീഡറായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലീഡർ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു ടീമിനെ നയിക്കണം, അതിനുള്ള കഴിവ് എനിക്കുണ്ടാവണം. അപ്പോൾ അതിനെല്ലാ സപ്പോർട്ടും എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭർത്താവിൽ നിന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ടീമിൻ്റെ ലീഡർ എന്ന നിലയിൽ കൈരളിയിൽ നിന്ന് നല്ലത് ഉണ്ടാവുമെന്നും ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കൂടെയുള്ളത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അതെല്ലാം കൈരളി തന്നെ നമുക്ക് ഓഡീഷന് കൂടെയാണ് തരുന്നത്. എന്തായാലും എൻ്റെ താഴെ വരുന്ന ടീമുകളെ കൊണ്ട് നല്ല രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്നതിൽ നല്ല കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കലാപരമായിട്ട് എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്ത് സീറോയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു കാരണവശാലും ഇങ്ങനെ സിനിമ ഫീൽഡിൽ വരുമെന്നോ അല്ലെങ്കിൽ നാടകമായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് യാതൊരുവിധ ഡാൻസ് പഠിക്കാൻ ആകെ 2 ദിവസമാണ് കലാമണ്ഡലം സുമതി ടീച്ചറുടെ അടുത്ത് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസൊന്നും ഞാൻ അധികം പഠിച്ചിട്ടില്ല. പിന്നെ ജനിച്ചും വന്നതും എങ്കക്കാട് ഭരതേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെന്നുള്ള ഒരു എനിക്ക് തോന്നുന്നത് പോയ അത്രയും കഴിവുള്ള ലളിത ചേച്ചി ഇവരൊക്കെയുള്ള ആ ഒരു കഴിവിൻ്റെ ഒരു കാറ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനിങ്ങനെ ഫീൽഡിൽ വന്നത്. ഒരുപക്ഷെ പ്രിയങ്കയ്ക്ക് ഇതൊരു പുതിയ ഒരു അനുഭവമാണ്. കാരണം സീരിയലിലും സിനിമകളിലുമൊക്കെ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ളൊരു വൻ താരങ്ങൾ അണിനിരക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഭയങ്കര ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് സീരിയലാണെന്നുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരിക, കുട്ടിയെ നോക്കുന്നു, ആ കുട്ടിയെ ഒപ്പം കൊണ്ടുവന്ന് ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടിയെ പോലും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. റിഹേഴ്സൽ തന്നെ റിഹേഴ്സൽ, രാത്രിയും പകലും ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, മിമിക്രി കാണിക്കുന്നു. എന്തൊക്കെയാണെന്ന് അവൾക്ക് പോലും അറിയാൻ പറ്റില്ല. എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. നന്നാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനിയിപ്പം എൻ്റെ ഭാര്യയെ പ്രിയങ്കയെക്കുറിച്ച് ഞാൻ അല്പം പുകഴ്ത്തി പറയാം. കാരണം അത് പറയേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കാരണം ഇതിൻ്റെ അകത്ത് പാട്ട് പാടില്ല. എനിക്കറിയാം കറക്റ്റായിട്ട് പാട്ട് പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശബ്ദം കേട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതുവരെ എൻ്റെ മുമ്പിൽ ഡാൻസ് കളിച്ചിട്ടില്ല. പിന്നെ ആ വേദിയുടെ ഒരു സ്വഭാവം വെച്ച് ഇനി ഡാൻസ് കളിച്ചാൽ ഓക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഇതുവരെ ചെയ്ത ഈ പറയുന്ന സീരിയൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ പൂർണ്ണ സപ്പോർട്ടും പ്രിയയ്ക്കുണ്ടാകും. അനുവ് പറഞ്ഞതൊക്കെ ഇപ്പോൾ കേട്ട് കാണുമല്ലോ. അനുവിനെ സംബന്ധിച്ച് എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ പ്രിയങ്കയ്ക്ക് നല്ലൊരു ഭർത്താവിനല്ലേ കിട്ടിയിരിക്കണമെന്ന്. ശരിയാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരോടും പറയേണ്ട കാര്യമില്ല അനുവിനെ കുറിച്ച്. പിന്നെ എനിക്കുള്ള സപ്പോർട്ട്, എനിക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ അഭിനയിക്കാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ കുട്ടി ഉണ്ടായിട്ടാണെങ്കിലും അഭിനയിക്കാൻ വന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനൂപിൻ്റെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഈ ഫീൽഡിൽ വീണ്ടും തുടരാൻ പറ്റണത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി എഴുതുന്ന സ്ക്രിപ്റ്റിലോ വേറെ എന്ത് കാര്യങ്ങളിലോ എന്നെ ഇടപെടുത്താൻ ഒട്ടും ശ്രമിക്കാറില്ല. കാരണം അത് വേണ്ട, നിനക്ക് നിൻ്റെ ജോലി, എനിക്ക് എൻ്റെ ജോലി, ആ ഒരു ലൈനിലാണ്. പക്ഷേ ഇത് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു നക്ഷത്ര ദീപങ്ങൾ എന്നുള്ളൊരു പരിപാടിയാണ്. നാണം കെടരുത്. കാരണം ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്താൽ അതിൻ്റെ എല്ലാവിധ പ്രതികരണം കിട്ടുന്നത് അനൂപിനായിരിക്കും. എന്തുവാ ഭാര്യ അവിടെ കിടന്ന് കാണിക്കണേ, ആ ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അനൂപ് എന്തായാലും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ മെമ്പേഴ്സും പരസ്പരം ഒരു മത്സരമല്ലാതെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം പോലെ എല്ലാവരും കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത്. കൈരളിയിലെ ഈ പ്രോഗ്രാമിൽ ഞാനുണ്ട്. അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് എൻ്റെ അമ്മയിൽ നിന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സീരിയലായാലും സിനിമയായാലും എന്തിലായാലും ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് കല്യാണം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞായാലും അമ്മ തന്നെയാണ് എൻ്റെ കൂടെ എപ്പോഴും വരാറും. ഇപ്പോഴാണെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ എല്ലാവിധ പ്രോത്സാഹനം അമ്മയുടെ കയ്യിൽ നിന്നും. പിന്നെ എൻ്റെ ബ്രദർ കുവൈറ്റിലാണ്, പുള്ളി അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വേണ്ട പ്രോത്സാഹനം തരാറുണ്ട്. അപ്പോൾ അമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ അമ്മ എന്തായാലും എന്തെങ്കിലും പറയണ്ടേ? അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. കൈരളിയിൽ അടുത്ത് തുടങ്ങാനിരിക്കുന്ന നക്ഷത്ര ദീപങ്ങൾ എന്ന പരിപാടിക്ക്
എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആരൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അവരാരായാലും അവരെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞാനൊരു നല്ലൊരു ടീം ലീഡറായിട്ട് പ്രവർത്തിക്കും എന്നും കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും വൻ താരങ്ങൾ അണിനിരക്കുന്ന ഈ ഷോ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Virus, color,